പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി അടിപ്പാതയോ മറ്റ് പോംവഴിയോ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടതായി വി.കെ. ശ്രീകണ്ഠൻ എം.പി. അടുത്ത ബജറ്റ് ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനമാകുമെന്നും എം.പി. പറഞ്ഞു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF പ്രവർത്തകർക്കൊപ്പമാണ് പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന വികസന പ്രവർത്തികൾ MP വിലയിരുത്തി. പട്ടാമ്പി നഗരത്തെ 2 തട്ടിലാക്കിയാണ് റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളുന്നത്. ഇത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ അടിപ്പാതയോ മറ്റ് പോംവഴികളോ ഉണ്ടാകണമെന്നുള്ള ആവശ്യമുന്നയിച്ചതായി MP പറഞ്ഞു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. കഴിഞ്ഞ വർഷം തന്നെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേയുടെ കീഴിലുള്ള ഒരു പുതിയ പദ്ധതിയാണ് അമൃത് ഭാരത് പദ്ധതി. അതിൽ ഓരോ സാമ്പത്തിക വർഷവും 2 പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ MP-ക്ക് നിർദ്ദേശിക്കാം. അപ്പോൾ ഒരു വർഷം മുമ്പ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച സ്റ്റേഷനുകൾ. ഏകദേശം 30 കോടി രൂപയിലധികം 2 സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട വർക്ക് നടന്നു വരിക. അത് ഫിനിഷ് ചെയ്യുന്ന മുറയ്ക്ക് നെക്സ്റ്റ് ഇയർ അടുത്ത സാമ്പത്തിക വർഷം പുതിയ 2 റെയിൽവേ സ്റ്റേഷൻ കൂടെ നിർദ്ദേശിക്കാം. അതിൽ കഴിഞ്ഞ വർഷം തന്നെ അതിൽ ഒന്നാമതായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനും രണ്ടാമതായി പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനും നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഈ 2 സ്റ്റേഷനുകളെയും ഉൾപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമം തുടരും. അതോടുകൂടി നമുക്ക് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ ഇതല്ലാതെ തന്നെ പുതിയ കേരളത്തിന് അനുവദിച്ച പുതിയ പിറ്റ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണം നടന്നു വരിക. ഏകദേശം 67 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് പിറ്റ് ലൈൻ പദ്ധതി. അതായത് തീവണ്ടികളുടെ ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള ഒരു സർവീസ് സെന്ററാണ് പിറ്റ് ലൈൻ. ആ പിറ്റ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏപ്രിലാണ് പറഞ്ഞ് 4 മാസം കൂടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. പാലക്കാടിന്റെ റെയിൽവേ വികസനത്തിൽ വലിയൊരു മാറ്റമാണ് പിറ്റ് ലൈൻ വരുന്നതോടുകൂടി ഉണ്ടാകുക. പാലക്കാട് നിന്ന് നമുക്ക് പുതിയ ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലോങ് റണ്ണിങ് ദീർഘദൂര ട്രെയിനുകളാണ് അതിലേറ്റവും പ്രധാനമായിട്ട് അവിടെ ഒരു സർവീസ് സ്റ്റേഷൻ വരുന്നതോട് കൂടിയിട്ട് ആരംഭിക്കാൻ കഴിയുക. അപ്പോൾ കേരളത്തിന്റെ തന്നെ റെയിൽവേ ഹബ്ബായി പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ മാറാൻ പോവുകയാണ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനെ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് MP പറഞ്ഞു. KR നാരായണസ്വാമി, K ബഷീർ, C സംഗീത, CA സാജിദ്, CA റാസി, ഉമ്മർ കീഴായൂർ, UDF-ന്റെ നേതാക്കൾ തുടങ്ങിയവർ MP-ക്കൊപ്പം സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു. NCV ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിങ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.